നമസ്കാരം. അപ്പൊ ഞാൻ ബജാജാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കൊട്ടാരക്കരയിലുള്ള ശ്രീമംഗലം കളരി യോഗ സ്കൂളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കളരി വിദ്യ അഭ്യസിക്കുന്നത് കൂടാതെ തന്നെ കളരി മർമാണി ചികിത്സയും അതിന്റെ ഉഴിച്ചില് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ ട്രീറ്റ്മെന്റോടെ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമുക്ക് ഇവിടുത്തെ ഗുരുക്കളെടുത്ത് ഇതിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് വന്നോളൂ. ശ്രീമംഗലം കളരി ആൻഡ് യോഗ സ്കൂളിന്റെ അവിടുത്തെ വിശേഷങ്ങളും കൂടാതെ ഇവിടുത്തെ മർമാണി ചികിത്സ അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് അറിയാനായിട്ട് നമുക്ക് ഇവിടുത്തെ ഗുരുക്കളോട് കാര്യങ്ങൾ അന്വേഷിക്കാം. നമസ്കാരം ഗുരു. നമസ്തേ. നമസ്തേ. ഇപ്പൊ ഗുരുക്കളെ, നമ്മുടെ ഈ കളരി യോഗ സ്കൂൾ എത്ര വർഷമായിട്ട് ഇപ്പോ ഇവിടെ? 1982 കോഴിക്കോടുള്ള വീരശ്രീ സ്വാമി ഗുരുക്കൾ സ്ഥാപിച്ച കളരിയാണിത്. അന്ന് ആ കളരിയിലൊരു പഠിതാവായിട്ട് വന്ന കക്ഷിയാണ് ഞാൻ. ഇങ്ങനെ പിന്നെ നമ്മുടെ ഗുരുനിർദ്ദേശപ്രകാരം ഞാൻ ഈ കളരി ഏറ്റെടുത്ത് നടത്തുകയും അങ്ങനെ അതിപ്പോഴും തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ, അതായത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമുള്ള കൊട്ടാരക്കരയിലെ ഒരു കളരിയാണ്. അതിലുപരി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കളരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇതിന് 62 അടി കളരിയാണ്, 62 അടി നീളം, 31 അടി വീതി. ഇതിനെ നമ്മൾ അങ്കക്കളരി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ധാരാളം കുട്ടികൾ ഒരു സമയത്തും 2-3 ബാച്ചായിട്ട് കുട്ടികൾക്ക് ഇന്ന് പഠിക്കാം. പിന്നെ ഇത് ഒരു കുഴിക്കളരിയാണ്. അതിലുപരി എന്ന് പറഞ്ഞാൽ വെട്ടുകല്ലൊക്കെ വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി മുകളിൽ നമ്മൾ ഓട് പാകിയിരിക്കുകയാണ്. ധാരാളം എയർ സർക്കുലേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ചുറ്റും നമ്മൾ മൊത്തം ഔഷധ സസ്യങ്ങളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഔഷധ ചെടികളെ നമ്മൾ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി ഡോക്ടർ വിനോദ് ജിയുടെ നിർദ്ദേശപ്രകാരം അത് അവിടെ നിന്ന് കളക്ട് ചെയ്ത് അതിവിടെ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ. പിന്നെ കുറച്ച് ഔഷധങ്ങൾ എന്ന് പറഞ്ഞാൽ കളരിക്ക് എപ്പോഴും അത്യാവശ്യമാണ്. കളരിയിൽ മരുന്നിടുന്നതിനൊക്കെ നമ്മുടെ കളരിത്തൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് 27 കൂട്ടം അങ്ങാടി ചേർത്തുണ്ടാക്കുന്ന കളരിത്തൈലങ്ങളുണ്ട്, പച്ചല മരുന്ന് വെച്ചുണ്ടാക്കുന്നതുണ്ട്, എണ്ണ തന്നെ നമ്മൾ മുക്കൂട്ട് 3 സൈസ് എണ്ണ വെച്ചുണ്ടാക്കുന്ന തൈലങ്ങളുണ്ട്. കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ മുക്കൂട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ശുദ്ധമായ നല്ലെണ്ണ, ആവണക്കെണ്ണ, പശു നെയ്യ്, ആ രീതിയിൽ. പിന്നെ അതിനകത്ത് 3 കൂട്ടം മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുന്തോട്ടിയുണ്ട്, കോലരക്കുണ്ട്, അശ്വഗന്ധമുണ്ട്. ഇത് 3 കൂടെ ചേർത്തിട്ടാണ് നമ്മളെ കളരിയിൽ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അത് കളരി അഭ്യസിക്കുന്നതിനോ അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾക്ക് അറിവിന് വേണ്ടിയിട്ട് ഈ പ്രായത്തിന്റെ വ്യത്യാസം അങ്ങനെ പ്രായപരിധി നമ്മൾ ഗ്രന്ഥത്തിൽ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു 6 വയസ്സൊക്കെ ആവണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഏത് പ്രായക്കാർക്കും കളരി അഭ്യസിക്കാം. കളരി പഠിക്കുന്നതിന് പ്രായമല്ല, ഒരു മനസ്സാണ് നമുക്ക് അത്യാവശ്യം. അതായത് നമുക്ക് ഈ കളരി പഠിക്കണോ എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരണം. നമ്മുടെ കളരിയിൽ പട്ടാളത്തിൽ നിന്ന് പെൻഷനായിട്ട് വന്ന ദൂരേന്ന് വന്ന് പഠിക്കുന്ന കക്ഷികളുണ്ട്. അവരെന്തിനാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ചെയ്യുമ്പോൾ അവരുടെ പല അസുഖങ്ങളും മാറി കിട്ടുന്നുണ്ട്. കൂച്ചിപ്പിടുത്തം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കളരിയിൽ തൈലമൊക്കെ തേച്ചിട്ട് കളരി നിത്യേന പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല ആശ്വാസം വരുന്നുണ്ട്. അതുകൊണ്ട് ഏജ് ഒരു വിഷയമേ അല്ല. നമ്മുടെ കളരിയിൽ പല പല ബാച്ചുകളുണ്ട്. ആൺകുട്ടികൾക്ക് പ്രത്യേകം, കുട്ടികൾക്ക് പ്രത്യേകം, വലിയവർക്ക് പ്രത്യേകം. പിന്നെ വെപ്പൺസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പ്രത്യേക ബാച്ചുകൾ. പിന്നെ നമ്മളിപ്പോൾ കളരിപ്പയറ്റിന് ഡിപ്ലോമ കോഴ്സ്, SRCയുടെ ഡിപ്ലോമ കോഴ്സ് ഒരെണ്ണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ കളരിപ്പയറ്റിനെ നമ്മൾ ലോകത്തിൽ എല്ലായിടവും അറിയപ്പെടുന്ന ഒരു സംഭവമായിട്ട് മാറ്റുന്നതിന് വേണ്ടി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെയും ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷന്റെയും അംഗീകാരത്തോടു കൂടി ഉള്ള ഒരു കളരിയാണ് ശ്രീമംഗലം കളരി. ശാരീരികമായിട്ട് നല്ല പ്രശ്നമുള്ള ആൾക്കാർക്ക് ഈ ചികിത്സ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ ഡോക്ടറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇത് വേണ്ടി വരുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ നമ്മൾ കളരി ഒഴിച്ചിൽ കൊണ്ട് നമുക്ക് ഒരു ഓജസ്, ഒരു പുഷ്ടി, ഒരു ബലം, ഒരു വീര്യം ഇത് വർദ്ധിക്കും. അപ്പൊ നമ്മുടെ നെർവസ് സിസ്റ്റം 72,000 നാഡീയ ഞരമ്പുകളെ ഉണർത്തി നമ്മുടെ ശരീരത്തിലെ ഓരോ സിസ്റ്റംസ്, ഡൈജസ്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം, അങ്ങനെ ഓരോ സിസ്റ്റത്തിനെയും പെർഫെക്റ്റ് ആക്കിക്കൊണ്ട് നമ്മൾ 1 വർഷത്തേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളരി ഒഴിച്ചിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ചില ഇപ്പൊ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാം. പിന്നെ കാലിൽ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ അല്ലാതെ എന്തെങ്കിലും കണ്ടിന്യൂസ് മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ ആ നോക്കുന്ന ഡോക്ടറുടെ ഒരു അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്യത്തുള്ളൂ. കാര്യം നമ്മൾ ആയുർവേദം ആകുമ്പോൾ നമുക്ക് സ്കാനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു വെയിൻ ഞരമ്പുകളൊക്കെ നോക്കി പിടിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. പിന്നെ അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കും, നടന്നു വരുമ്പോൾ എങ്ങനെയുണ്ട്, BP എങ്ങനെയുണ്ട്, ആൾ എനർജറ്റിക് ആണോ, പിന്നെ അയാളുടെ പ്രായം നോക്കും. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ നമ്മൾ ആദ്യം ചോദിക്കും. മെഡിസിനൊക്കെ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറുടെ അനുവാദം കൂടെ മേടിച്ചുകൊണ്ട് മാത്രമേ
നമ്മൾ കളരി ഒഴിച്ചിൽ ചെയ്യുന്നതിൽ പ്രായപരിധി ഉണ്ടോ? ഇല്ല, പ്രായപരിധി ഒന്നും ഇല്ല. ഒരു 7 വയസ്സ് തൊട്ട് കളരി പഠിക്കുന്ന കുട്ടികളെ നമ്മൾ ചെയ്യും. പിന്നെ ഏത് പ്രായത്തിലും നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും ഒഴിച്ചിൽ ചെയ്താൽ നല്ലതായിരിക്കും. നമ്മളൊരു വണ്ടി സർവീസ് ചെയ്യുന്ന കണക്കിന് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെല്ലാം പുറന്തള്ളി നമ്മൾ ഉന്മേഷവാനായിട്ട് വരുന്നു. നമുക്കൊരു എനർജി കിട്ടുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഷോൾഡർ വേദന ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ മാതൃഭൂമിയിൽ യൂണിറ്റ് ഹെഡായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ. അപ്പൊ ഞാൻ എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് ഇങ്ങനെ കളരി ഒരു ഉഴിച്ചിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എത്ര ദിവസം കൊണ്ട് ഇത് ചെയ്തു വരും? ഇപ്പൊ 3 ദിവസമായി. ഇനി ഒരാഴ്ചത്തോട് പോകും. എന്താണ് ഇതിനുള്ളൊരു മാറ്റങ്ങൾ? ശരീരത്തിനൊക്കെ നല്ല സുഖമാണ്, മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ല സുഖമാണ്. നമ്മൾ ഈ സ്ട്രെസ് ഒക്കെ ഉള്ള ജോലികളൊക്കെ ആകുമ്പോഴത്തേന്, ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്ന ജോലികളൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ ശരീരത്തിനൊരു റെസ്റ്റ് കൊടുക്കുക, ശരീരത്തിനൊരു സർവീസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇവൻ പെയിനൊക്കെ മാറാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. പിന്നെ കിഴി, പിന്നെ ബാക്കിയെല്ലാം മസ്തി, ഉഴിച്ചില്, എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ സ്റ്റീം ബാത്ത് കണ്ടല്ലോ, അത് കണ്ടായിരുന്നു. അപ്പം എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമസ്കാരം സാറേ, പേരെന്താ? എൻ്റെ പേര് ദീപു. ഇവിടെ തന്നെയാണ് സ്ഥലം? സ്ഥലം ഇവിടെയാണ്. ജോലി ചെയ്യുന്നത് മർച്ചന്റ് നേവി. ഏത് പുറത്താണ്. പുറത്തെവിടെ? പുറത്ത് ഹോങ്കോങ് ബേസ്ഡ് കമ്പനിയാണ്. ഹോങ്കോങ് ബേസ്ഡ് കമ്പനിയാണ്. ഓക്കെ. ഇതിപ്പോ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നുണ്ട്? ഇതിപ്പോ 2ാമത്തെ ദിവസമാണ്. 2ാമത്തെ ദിവസം. ഓക്കെ. എങ്ങനെയുണ്ട് അതിന്റെ ഒരു ഗുണം? നല്ലതാണ്. നമുക്ക് ഇതിനു മുമ്പും റിസൾട്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തന്നെ മുമ്പ് വന്ന് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എത്ര ദിവസം? 3 ദിവസം. ഇതിപ്പോ 2ാമത്തെ ദിവസമാണ്. നമുക്ക് സ്ലീപ്പിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ഉറക്കമാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കമാണ്. മുന്നേനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഡിസ്റ്റർബ് സ്ലീപ്പായിരുന്നു. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ശരീരത്തിന് ഒരു ഉന്മേഷം കിട്ടുന്ന പോലെയാണ്. പകല്, രാത്രി നല്ല ഉറക്കം കിട്ടും. ഓക്കെ, സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ കുറെ വിശേഷങ്ങളാണ് നിങ്ങൾ അറിഞ്ഞു. അപ്പം ഇവിടെ വന്ന് ഇതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ കോണ്ടാക്ട് കൊടുക്കുന്നതായിരിക്കും, ഗുരുക്കളുടെ. അപ്പം ആധികാരികമായിട്ട് അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് ചോദിക്കാം, കൺസൾട്ട് ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇതിനെ കുറച്ച് കൂടി വിവരങ്ങൾ നന്നായിട്ട് പറഞ്ഞു തരും. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത്, ഒരു വർഷം നമ്മൾ ഈ സമ്പാദിക്കുന്ന ആ പേയ്മെന്റിൽ നിന്ന് ഒരു തുച്ഛമായ ഒരു 2% നമ്മുടെ ശരീരം ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെക്കുക 7 ദിവസം. വളരെ ഉത്തമമായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടവർക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ. ഓക്കെ, ബൈ.